ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തഃശൗര്യജ്ഞത്തിന്റെ 383 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദാണ്. മാഷ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് വേണ്ടി പറയുന്നതും വായിക്കുന്നതും അനുഭവം പറയുന്നതും ഭജന പാടുന്നതും ശ്രീ മീന ആണ്. ആലപ്പുഴയാണ് ഡിസ്ട്രിക്റ്റ്. മീന 3 പ്രാവശ്യം ഓങ്കാരവും 3 പ്രാവശ്യം സായി ഗായത്രിയും പറഞ്ഞുകൊണ്ട് വായിച്ചു തുടങ്ങിക്കോളൂ. ജയ സായിരാം. സായിരാം സായിരാം. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹി സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹി സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. 1996 ജൂലൈ 26 സായി സ്കുൽവൻ ഹോളിഡേ സ്വാമിയുടെ പ്രഭാഷണമാണ്. ദിവ്യാത്മാ സ്വരൂപരെ, മനുഷ്യരിൽ നിന്ന് ഭയവും അസ്വസ്ഥതയും കൊണ്ട് വീർപ്പുമുട്ടുന്നു. കാരണം ചിന്തകളും വാക്കുകളും തമ്മിൽ ഒരു യോജിപ്പുമില്ല. എല്ലാവർക്കും ശാന്തി വേണം. അത് നേടാനായി സമയവും ഊർജവും ചെലവഴിക്കുന്നു. പക്ഷെ എന്താണ് ശാന്തി എന്ന് ആരും അന്വേഷിക്കുന്നില്ല. എവിടെയാണ് ശാന്തി? അത് നേടാനുള്ള മാർഗം എന്താണ്? ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല. ഒരാൾ സ്വയം ചോദിച്ചറിയണം, തനിക്ക് ലൗകികമായ സുഖമാണോ അതോ മനഃശാന്തിയാണോ വേണ്ടതെന്ന്. ലൗകിക സുഖം താൽക്കാലികം, അത് വരുന്നു പോകുന്നു. പക്ഷെ മനുഷ്യൻ അത് യഥാർത്ഥ സമാധാനമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്താണ് സമാധാനത്തിന്റെ സഹജ പ്രകൃതം എന്ന് മനസ്സിലാക്കാൻ അവന് കഴിയുന്നില്ല. മമതയിൽ നിന്നും ദ്വേഷത്തിൽ നിന്നും മുക്തി നേടിയ അവസ്ഥയാണ് യഥാർത്ഥ ശാന്തി. എവിടെ രാഗവും ദ്വേഷവും ഉണ്ടോ അവിടെ ശാന്തിയില്ല. എന്താണ് പ്രശാന്തി? പ്ര എന്നാൽ വിടരുക, രാഗവും ദ്വേഷവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മനഃശാന്തി വിടർന്ന് പുഷ്പിക്കുന്നതാണ് പ്രശാന്തി. അത് വാസ്തവത്തിൽ മനഃശാന്തിയുടെ പ്രത്യക്ഷീഭാവമാണ്. ഈ പ്രശാന്തി അനുഭവിച്ചറിഞ്ഞ ആരെങ്കിലും ലോകത്തുണ്ടോ? സാധാരണ മനുഷ്യർക്ക് രാഗദ്വേഷാദികൾ വിട്ടൊഴിഞ്ഞ് പരമശാന്തി അനുഭവിക്കാൻ വളരെ വളരെ പ്രയാസമാണ്. ശാന്തി വെളിയിൽ നിന്ന് ലഭിക്കില്ല, അത് ഉള്ളിൽ തന്നെ കണ്ടെത്തണം. എങ്ങനെയാണ് ഈ പരമമായ ശാന്തി നേടാൻ കഴിയുക? കാലിൽ കൊണ്ട മുള്ളെടുക്കാൻ മറ്റൊരു മുള്ളു വേണം. ഡയമണ്ടിനെ മുറിക്കാൻ ഡയമണ്ട് തന്നെ വേണം. ശാന്തി നേടാൻ ശാന്തിയിൽ കൂടി മാത്രമേ സാധ്യമാവൂ. എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളുമുള്ള ധാരാളം ജനങ്ങളുണ്ട്, പക്ഷേ അവർക്ക് ശാന്തിയില്ല. മാത്രമല്ല എപ്പോഴും അശാന്തയിലാണ് താൻ. എന്താ കാരണം? ബാഹ്യമായ സുഖ സൗകര്യങ്ങൾക്ക് ശാന്തി നൽകാനാവില്ല. അവയ്ക്ക് അതിന് കഴിയുമെങ്കിൽ എന്താണ് ധനവാന്മാർക്ക് ശാന്തി കിട്ടാത്തത്? പാമ്പ് വീട്ടിൽ കയറിൽ കൂടിയാൽ ഭയവും ആകുലതയും വളരെ ഉണ്ടാവും. വിഷപ്പാമ്പുകളായ രാഗവും ദ്വേഷവും ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ എങ്ങനെയാണ് ശാന്തി ഉണ്ടാവുക? രാഗവും ദ്വേഷവും ഉപേക്ഷിക്കാതെ ശാന്തി ലഭിക്കില്ല. ശക്തിയും അധികാരവും സമ്പത്തും ഉള്ളവരുണ്ട്, എങ്കിലും അവർക്ക് ശാന്തിയില്ല. അവർ അസ്വസ്ഥരാണ്. കാരണം അവർക്ക് തങ്ങളുടെ ദുർഗുണങ്ങളെ നിയന്ത്രിക്കാനുള്ള ഇച്ഛാശക്തിയും കഴിവുമില്ല. ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ശാന്തിയുടെ സ്ഥിരമായ നിത്യമായ ഒരു ഉറവയുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിന് കീഴെ എല്ലായിടത്തും ജലം ഒഴുകുന്നുണ്ട്. ഈ ജലം പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ എന്തു ചെയ്യണം? ഭൂമി കുഴിച്ച് വെള്ളത്തെ മൂടിയിരിക്കുന്ന മണ്ണ് എടുത്തു മാറ്റണം. രാഗവും ദ്വേഷവും ആകുന്ന മണ്ണ് നിങ്ങളുടെ ഉള്ളിലുള്ള ശാന്തിയെ മൂടിയിരിക്കുകയാണ്. ഈ മണ്ണ് മാറ്റിയേ തീരൂ.
ശാന്തിക്ക് മനസ്സ് പരിശുദ്ധമാക്കൂ. പൂജകളും ക്രിയകളും അനുഷ്ഠാനങ്ങളും ചെയ്താൽ ശാന്തി ലഭിക്കുമെന്ന് ചിലർ വിചാരിക്കുന്നു. യാഗത്തിലൂടെ ലോകക്ഷേമം കൈവരിക്കാം എന്ന് കരുതുന്നവരുമുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അവ ചെയ്യുന്നത് നല്ലത് തന്നെ. പക്ഷേ ബാഹ്യമായ കർമ്മങ്ങൾ കൊണ്ട് മാത്രം ലോകസമാധാനം നേടാൻ സാധ്യമല്ല. ആന്തരിക ശക്തി വളർത്തുമ്പോൾ മാത്രമേ ലോകസമാധാനം നേടാനാവൂ. നിങ്ങളുടെ അന്തരാത്മാവിന്റെ പ്രതിഫലനമാണ് സകലതും. നിങ്ങൾക്ക് ശാന്തിയുണ്ടെങ്കിൽ വീട്ടിലും ശാന്തി ഉണ്ടാവും. മറ്റുള്ളവരിൽ നിന്ന് സമാധാനമോ സ്വസ്ഥതയോ കിട്ടുമെന്ന് വിചാരിക്കുന്നത് മഠയത്തരം. ഭക്ഷണം കഴിക്കുമ്പോഴാണ് വിശപ്പ് മാറുന്നത്. മരുന്ന് സേവിക്കുമ്പോഴാണ് നിങ്ങളുടെ രോഗം ശമിക്കുക. അതേപോലെ അവനവനിലെ ദുർഗുണങ്ങൾ വർദ്ധിച്ചാൽ മാത്രമേ ഓരോ വ്യക്തിക്കും ശാന്തി നേടാനാവൂ. ശാന്തി പാരമ്പര്യമായി ലഭിക്കുന്നതല്ല. ശാന്തി കഷണങ്ങളാക്കാനോ വിതരണം ചെയ്യാനോ സാധ്യമല്ലാത്ത ഏകമാണ്. ശാന്തി എല്ലായിടത്തുമുണ്ട്. പക്ഷെ അത് കണ്ടെത്തി അനുഭവിക്കാൻ പരിശ്രമിക്കണം. ദുശ്ചിന്തകൾ കൊണ്ട് മലിനമാസപ്പെട്ട മനസ്ഥിതിയാണ് അസ്വസ്ഥതയ്ക്കും ക്ഷോഭത്തിനും കാരണം. കോപിഷ്ഠന് ഗാഠനിദ്ര പോലും ലഭിക്കില്ല. അപ്പോൾ എങ്ങനെ ശാന്തി അനുഭവിക്കാൻ സാധിക്കും? ശാന്തി ദൈവീകമാണ്. ഈ ദിവ്യ ഗുണം അനുഭവിക്കാൻ നിങ്ങൾ ഹൃദയം പരിശുദ്ധമാക്കണം. എല്ലാ പരിസ്ഥിതികളിലും ദുർഗുണങ്ങളെ നിയന്ത്രിച്ചു നിർത്താനുള്ള ശക്തി സംഭരിക്കണം. അതിന് വഴിയാണ് പ്രേമം. പ്രേമത്തിന്റെ ശക്തി വികസിപ്പിക്കുമ്പോൾ ദുർഗുണങ്ങൾക്ക് മനസ്സിൽ കിടക്കാൻ അവസരമേ ഇല്ലാതാകുന്നു. സമാനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഇരുട്ടുമുറിയിൽ വിഷപ്പാമ്പുകൾ കയറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മുറി വൃത്തിയും വെളിച്ചമുള്ളതാകുമ്പോൾ പാമ്പുകൾ അതിൽ പ്രവേശിക്കില്ല. അതുപോലെ പ്രേമപ്രകാശം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണം. ആഗ്രഹങ്ങളാകുന്ന സമാനങ്ങൾ കൊണ്ട് ഹൃദയം നിറയ്ക്കരുത്. തെലുങ്കിൽ ശാന്ത എന്ന വാക്കിന് 2 അക്ഷരമേ ഉള്ളൂ. പക്ഷെ അതിന് വലിയ വലിയ അർത്ഥമുണ്ട്. ഭജനയ്ക്ക് ശേഷം 3 പ്രാവശ്യം ശാന്തി എന്ന് ഉച്ചരിക്കുന്നു. എന്തുകൊണ്ടാണ് 3 പ്രാവശ്യം? എന്തുകൊണ്ടാണ് 4 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഉച്ചരിക്കാത്തത്? നിങ്ങൾക്ക് 3 തലങ്ങളിലും ശാന്തി സമാധാനം ആവശ്യമുണ്ട്. ശാരീരികവും മാനസികവും ആത്മീയവുമായ ശാന്തി എന്ന് 3 പ്രാവശ്യം പറയുന്നതിന്റെ അന്തരാർത്ഥം 3 തലങ്ങളിലും ശാന്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാണ്. ശാന്തിയിൽ കൂടി മാത്രമേ ലഭ്യമാകൂ. നിങ്ങൾക്ക് ശാന്തിയില്ലെങ്കിൽ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തിരുന്ന് ശാന്തി 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 എന്ന് ജപിക്കുക. ഒരു മന്ത്രം ജപിക്കുന്ന പോലെ സ്വല്പസമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ശാന്തി ലഭിക്കും. അതുപോലെ ദുശ്ചിന്തകൾ മനസ്സിൽ പ്രവേശിക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം മുൻപ് തന്നിട്ടുള്ളതുപോലെ സ്വയം ഓർമ്മിക്കുക, ഞാൻ ജന്തുവല്ല, ഞാൻ മനുഷ്യനാണ് എന്ന് ആവർത്തിച്ച് സ്വയം ഓർമ്മപ്പെടുത്തുക. അപ്പോൾ മൃഗീയ ചിന്തകൾ മാറി ശ്രേഷ്ഠ വിചാരങ്ങൾ വളർന്ന് വികസിക്കും. ദേഷ്യം പിടിക്കുമ്പോൾ സ്വയം ഓർമ്മപ്പെടുത്തുക, ഞാൻ നായയല്ല, മനുഷ്യനാണ്. ദേഷ്യം കോപം നായയുടെ ഗുണമാണ്, മനുഷ്യന്റേതല്ല. ആവർത്തിച്ച് ഇത് സ്വയം ഓർമ്മപ്പെടുത്തുമ്പോൾ ആ ദുർഗുണം നിങ്ങളിൽ നിന്നും അകലും. മനസ്സിന്റെ ചഞ്ചല സ്വഭാവം മൂലം ആവശ്യമില്ലാത്ത ചിന്തകൾ വന്നുകൂടാം. ആ സമയം സ്വയം ഓർമ്മപ്പെടുത്തുക, ഞാൻ കുരങ്ങനല്ല, മനുഷ്യനാണ്. ഇങ്ങനെ പല പ്രാവശ്യം സ്വയം ചിന്തിക്കുക. അപ്പോൾ മർക്കട സ്വഭാവം മെല്ലെ പ്രത്യക്ഷമാവും. ക്രോധം, തന്നിഷ്ടം മുതലായ മൃഗങ്ങളുടെ സഹജ ഗുണങ്ങളാണ്. ശാന്തി, ദയ, പ്രേമം, ക്ഷമ മുതലായവ മനുഷ്യ സഹജ ഗുണങ്ങളാണ്. മാനുഷിക ഗുണങ്ങൾ വികസിപ്പിക്കുമ്പോൾ മൃഗീയ സ്വഭാവങ്ങൾ തനിയെ അപ്രത്യക്ഷമാവും. മനുഷ്യന് എല്ലാ ഗുണങ്ങളും ഉണ്ട്. അവയൊന്നും പുറത്തു നിന്ന് വന്നവയല്ല. ചിലർ വിചാരിക്കുന്നു ദുർജന സംസർഗം ദുശ്ചിന്തകൾ ഉണ്ടാക്കുന്നു എന്ന്. ദുർജന സംസർഗം നിങ്ങളെ സ്വാധീനിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ദുഷിച്ച പ്രവണതകൾ നിങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ്. ഇന്ന് ലോകത്തെമ്പാടും കാണുന്ന അസ്വസ്ഥതകൾക്കും ഭയത്തിനും കാരണം രാഗദ്വേഷങ്ങളാണ്. ആർക്കും ശാന്തി സമാധാനം ആസ്വദിക്കാൻ കഴിയുന്നില്ല. എവിടെയാണ് തകരാറ്? ദൂഷ്യം നിങ്ങളുടെ ഉള്ളിലാണ്, വെളിയിലല്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ അസ്വസ്ഥതയ്ക്ക് കാരണം. നിങ്ങളുടെ മനസ്സിനെ, ഹൃദയത്തെ പരിശോധിക്കുക. ദുശ്ചിന്തകളെയും ദുർവിചാരങ്ങളെയും മാറ്റിയോടിക്കുക. അപ്പോൾ ശാന്തി തീർച്ചയായും അനുഭവവേദ്യമാവും. സൈറാം. ഇനി വീഡിയോ ഓൺ ചെയ്തിട്ട് മീന ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്യുക, എന്നിട്ട് അനുഭവം പറയൂ കേട്ടോ. സൈറാം. സായിറ മീന മ്യൂട്ടിലാ ഉള്ളത്. സായിറ മീന മ്യൂട്ടിലാ ഉള്ളത്. സൈറാം. ഓം ശ്രീ സായിറാം. കലിയുഗവരദനും നമ്മുടെ എല്ലാവരുടെയും പ്രേമസ്വരൂപനും എല്ലാമായ ഭഗവാന്റെ പാദങ്ങളിൽ കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ സത്സംഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരൻ പാദങ്ങളിൽ സ്നേഹ നമസ്കാരം ചെയ്തുകൊണ്ട് എല്ലാവർക്കും സായിറാം. എൻ്റെ പേര് മീന. വയനാട് മീനങ്ങാടിയിലാണ് താമസം. ആലപ്പുഴയിൽ തൽക്കാലം വന്ന് താമസിക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ നാടിവിടെ ആയതുകൊണ്ട് മാത്രം. ശരിക്കും വയനാടാണ്. എനിക്ക് 3 മക്കളുണ്ട്, ഭർത്താവും. മക്കളുടെ 2 പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞു. മോൻ UK-യിലാണ്.
അങ്ങനെ ഭഗവാന്റെ കൃപയാൽ സന്തോഷമായി ജീവിച്ചു പോകുന്നു. ഞാൻ അനുഭവങ്ങൾ പറയാലോ അല്ലേ ചേച്ചി? സൈറാം. പറയൂ സൈറാം. സൈറാം. ഞാൻ 2002-2003 കാലഘട്ടത്തിലാണ് സമിതിയിലേക്ക് വരാനും ഭഗവാനെ അറിയാനും ഭഗവാന്റെ ആ കാരുണ്യത്തിന് പാത്രമായി തീരാനും എല്ലാം സാധിച്ചത്. അതിനെല്ലാം കാരണക്കാരി എന്ന് പറയുന്നത് എൻ്റെ ഗുരുതുല്യയും എൻ്റെ ജ്യേഷ്ഠ സഹോദരി സ്ഥാനവും ഞാൻ എന്നും കൊടുക്കുന്ന എൻ്റെ പ്രിയങ്കരിയായ ടീച്ചർ സരസ്വതിയമ്മ ടീച്ചർ ആണ് കാരണം. ടീച്ചർ മീനങ്ങാടി സ്കൂളിലെ ടീച്ചറായിരുന്നു, എൻ്റെ നെയ്ബർ ആയിരുന്നു ടീച്ചർ സ്ഥിരമായിട്ട് സമിതിയിൽ പോവുകയും ഭഗവാന്റെ എല്ലാ കാര്യത്തിനും മുൻപിലുണ്ടായിരുന്ന ടീച്ചറായിരുന്നു. അപ്പം വീട് അടുത്തായത് കൊണ്ട് തന്നെ എപ്പോഴും എന്നെ വിളിക്കുമായിരുന്നു, മീനെ നമുക്ക് സമിതിയിൽ പോവാം, ഭജനയ്ക്ക് പോവാം, എനിക്ക് ഭജനയും ഒക്കെ ഇഷ്ടമുള്ള കാര്യമാണല്ലോ, പോവാം എന്ന് പറയുമായിരുന്നു. അപ്പം കുറെ നാളുകളിലെല്ലാം ഞാൻ എന്തുകൊണ്ടോ എനിക്കറിയില്ല എന്നോടത്ര അങ്ങോട്ട് യോജിക്കാൻ പറ്റിയില്ല. കാരണം പല സംശയങ്ങളും പല തെറ്റിദ്ധാരണകളും എല്ലാം സ്വാമിയെപ്പറ്റി ഉണ്ടായിരുന്നു. അത് എങ്ങനെ വന്നു കയറിയതാണ് മനസ്സിൽ. അപ്പം ടീച്ചർ വിളിക്കുമ്പോഴെല്ലാം ഞാൻ ഓരോ ഒഴിവുകൾ പറഞ്ഞിങ്ങനെ മാറുകയാണ് സാധാരണ പതിവ്. പക്ഷെ എന്തോ ഭഗവാന്റെ അനുഗ്രഹം എന്നേ പറയാവുള്ളൂ. ടീച്ചർ എന്നെ നിർബന്ധിച്ചു, നമുക്ക് സമിതിയിൽ പോകാം. എല്ലാ വ്യാഴാഴ്ചകളിലും ഞായറാഴ്ചകളിലും സമിതിയിൽ ഭജന ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഞായറാഴ്ച ഞാൻ ടീച്ചറുടെ കൂടെ ഭജനയ്ക്ക് സമിതിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ചെന്നു. സമിതിയിൽ ആദ്യമായി ചെന്നപ്പോൾ തന്നെ നേരെ കാണുന്നത് ഭഗവാന്റെ നല്ല ഉയരത്തിലുള്ള ഒരു നല്ല ഭംഗിയുള്ള ഭഗവാന്റെ ഒരു ഫോട്ടോയാണ്. എനിക്കെന്തോ ഒറ്റ നോട്ടത്തിൽ ഭഗവാനെ എല്ലാവരും നമസ്കരിക്കുന്നുണ്ട്, ഞാനും നമസ്കരിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ എന്തോ ഒരു പോസിറ്റീവ്, എന്താന്ന് അതിപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്നില്ല, അതുപോലെയുള്ള ഒരു എനർജി എനിക്ക് കിട്ടി. കാര്യം വീട്ടില് പൂജാമുറിയിൽ ഒരു ചെറിയ സ്വാമിയുടെ ഫോട്ടോ ടീച്ചർ തന്ന ഞാൻ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും സമിതിയിൽ ചെന്നപ്പോൾ ഉണ്ടായ ആ ഒരു അനുഭവം എനിക്ക് എന്താന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെയും പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം വ്യാഴാഴ്ചകളിലും ഞായറാഴ്ചകളിലും ടീച്ചർ നിർബന്ധിച്ചാൽ തന്നെയാണെന്ന് തന്നെ പറയാം. അങ്ങനെ ഞാൻ ടീച്ചറുടെ കൂടെ ഭജനയ്ക്ക് പോയി തുടങ്ങി. ആ ഇടയ്ക്കാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവം, സ്വാമിയെ കൂടുതൽ അറിയിക്കാനും സ്വാമി സായിരാം ചൊല്ലാനുമുള്ള അനുഭവം എനിക്ക് സ്വാമി തന്നത്. എൻ്റെ വീടിന്റെ തൊട്ടടുത്ത പ്ലോട്ടിൽ തന്നെയാണ് എൻ്റെ അനിയൻ വീട് വെച്ചുകൊണ്ടിരിക്കുന്നത്. വീടിന്റെ എല്ലാ പണിയുടെ എല്ലാ ഇതും ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നു. ഞങ്ങൾ രണ്ടുപേരുമാണ് നോക്കിക്കൊണ്ടിരുന്നത്, വീടടുത്തായതുകൊണ്ട്. അപ്പൊ അങ്ങനെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നല്ല ഇടിയും മഴയുള്ള ദിവസം സന്ധ്യയ്ക്ക് പണിക്കാരൊക്കെ പോകുന്ന സമയമാകുമ്പോൾ ഞങ്ങൾ പണി കൂലി കൊടുക്കാനൊക്കെ ആയിട്ട് ഞാൻ പോവും. അപ്പൊ ചെന്നപ്പം ഒരു ചേച്ചി, ഒരു താത്തയാണ്, എന്നോട് ചോദിച്ചു, ചേച്ചിയുടെ മാല പൊട്ടിക്കിടക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം എന്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ ഭഗവാൻ തന്ന ആ അനുഗ്രഹമാണ് ഞാൻ പറയുന്നത്. ആ ഭഗവാനിലേക്ക് ഞാൻ കൂടുതൽ എത്താനുണ്ടായ കാരണവും ഓരോ അനുഭവത്തിലൂടെയാണല്ലോ നമ്മൾ ഭഗവാനിലേക്ക് എത്തുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ വേഗം തന്നെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോ എന്റെ മാല പൊട്ടിക്കിടക്കുന്നുണ്ട്. താലിമാലയാണ്. 2 മാലയുണ്ട്, പക്ഷെ ഞാൻ അത് വലിച്ച് കയ്യിലെടുത്ത് നോക്കുമ്പോ താലി കാണുന്നില്ല. നമ്മുടെ പൂർവികരും എല്ലാവരും മുത്തശ്ശിമാരെല്ലാം പറയുന്ന പോലെ താലി, ഒരു സ്ത്രീയുടെ താലി നഷ്ടപ്പെട്ടാൽ അത് അവരുടെ ഭർത്താവിന്റെ ഒരു ദോഷമായിട്ട് കാണും, അതൊരു ചീത്ത ദുശകുനമായിട്ടാണ് കാണുന്നത്. അതാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ പോയത്, താലി കാണുന്നില്ല എന്ന് പറയുമ്പോൾ. ഞാൻ വേഗം തന്നെ മാല എടുത്ത് അവരോടൊക്കെ പറഞ്ഞു, അയ്യോ ഒന്ന് നോക്ക്, എന്റെ താലി പോയി. എനിക്ക് എന്ത് പറയാൻ, എനിക്ക് വിറയ്ക്കുന്നു ശരീരം, താലി പോയി, എന്തോ ചീത്തയൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നു ആ സമയത്ത്. അപ്പം എല്ലായിടവും നോക്കി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വീട് പണി നടക്കുമ്പോൾ ആ വീടിന്റെ അവിടുത്തെ സ്ഥിതിഗതികളെല്ലാം അറിയാം. നിറച്ച് ഇഷ്ടിക കഷ്ണങ്ങളും എല്ലാം എന്താ പറയുന്ന സിമെന്റ് പാക്കറ്റുകളും മണലും എല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന ഒരു വല്ലാത്ത അലങ്കോരപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് വീടിന്റെ ഉള്ളൊക്കെ. അപ്പൊ അവരെല്ലാരും കൂടെ നോക്കാനൊക്കെ തുടങ്ങി. പക്ഷെ എന്തോ ഒരു അരമണിക്കൂറോളൊക്കെ നോക്കി, ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. കുഞ്ഞു താലിയാണ്. അപ്പം രക്ഷയില്ല. ഞാനിങ്ങനെ കൃഷ്ണനെയും ദേവിയൊക്കെ വിളിക്കുന്നുണ്ട്, അപ്പോഴും ഭഗവാൻ ഉള്ളിലേക്ക് വന്നിട്ടില്ല. അപ്പം വേഗം തന്നെ സന്ധ്യയായി. ഞാൻ വീട്ടിലേക്ക് വന്നു. വളരെ വിഷമത്തോടുകൂടി അന്ന് മര്യാദയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. പിറ്റേ ദിവസം രാവിലെ ഒരു 6:30 ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെയും പോവാണ്. അപ്പൊ ഞാൻ പോകാൻ നേരത്ത് പൂജാമുറി കയറി ഇവിടെ വാതിൽക്കൽ നിന്ന് പ്രാർത്ഥിച്ചു, ഭഗവാനെ എനിക്ക് എന്റെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഭഗവാനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. വിളക്ക് വെക്കും, നാമം ചൊല്ലും, സായി ഗായത്രി ചൊല്ലും എന്നല്ലാണ്ട് ഞാൻ പറഞ്ഞു, ഭഗവാനെ എന്റെ താലി എനിക്ക് കിട്ടിത്തരണേ, എനിക്ക് ഭഗവാനോടല്ലാണ്ട് എനിക്ക് ആരോടും പറയാനില്ല, അപ്പം എനിക്ക് എന്റെ താലി തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ കുറെ നേരം നോക്കി, 1 മണിക്കൂറോളം മുകളിലും താഴെയും എല്ലായിടവും നോക്കി, എവിടെ തപ്പിയെടുക്കാൻ ഒന്നും പറ്റില്ല. നമുക്ക് അതുപോലെയാണ് കിടക്കുന്ന അകമൊക്കെ.
പക്ഷെ എനിക്ക് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആരോ പറയുന്നുണ്ട് എനിക്ക് കിട്ടും, എനിക്ക് താലി കിട്ടും, നിനക്ക് നിന്റെ താലി കിട്ടും എന്ന് പറയുന്നത് സ്വാമിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഒരു 1/4 മണിക്കൂർ അവിടെ മുഴുവൻ തപ്പി ഇറങ്ങുമ്പം സിറ്റ് ഔട്ടിന്റെ സ്റ്റെപ്പിന്റെ വാതിക്കൽ ഭഗവാൻ എനിക്ക് ഇന്നും പറയുമ്പം കുളിര് ഊരിയിടുകയാണ്. ഒരു 3 ഇഷ്ടിക ഇങ്ങനെ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തോ എന്റെ മനസ്സിൽ തോന്നിച്ചു ഇതിന്റെ അടിയിൽ ഉണ്ടാവും ഞാൻ എന്റെ വലത്ത് കാലുകൊണ്ട് ഒരു ഇഷ്ടിക ഇങ്ങനെ തട്ടിയിടുകയാണ്. അപ്പം ഭഗവാൻ, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഭഗവാൻ ആ താലി ആ ഇഷ്ടികയുടെ അടിയിൽ, ഇത്രയും ഇഷ്ടികകളും കാര്യങ്ങളും അലങ്കോലമായിട്ട് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ആ ഇഷ്ടികയുടെ അടിയിൽ നിന്ന് ഭഗവാൻ എനിക്ക് എന്റെ താലി തന്നു എന്നുള്ളതാണ്. അതാണ് ഭഗവാൻ. ഭഗവാൻ, ഞാൻ കരഞ്ഞ് വിഷമിച്ച് പ്രാർത്ഥിച്ചു, അങ്ങനെ എന്റെ താലി എനിക്ക് കിട്ടി. ഞാൻ അത് എടുത്ത് വീട്ടിൽ പോയി പൂജാമുറി പോയി നെഞ്ചത്തോട് താലി ചേർത്ത് പറഞ്ഞു, ഭഗവാനെ എനിക്ക് എന്റെ താലി തന്ന ഈ സന്തോഷം ഞാൻ കുറേ സന്തോഷത്തോടു കൂടി ഭഗവാനോട് നന്ദി പറഞ്ഞു. അതെന്റെ ആദ്യത്തെ അനുഭവം. രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു 2-3-4 വർഷം കൂടെ 2006-ലാണ് എൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ബാങ്ക് മാനേജർ ആയിരുന്നു. പുള്ളി നന്നായിട്ട് ഡ്രിങ്ക്സ് കഴിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ അത് സിറോസിസ് ആയിട്ട് മാറി. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു ഇത് കഴിക്കരുത് ഇനി എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്കും തന്നെ മോശം സ്ഥിതിയായി. അങ്ങനെ ഒരു മിംസ് ഹോസ്പിറ്റൽ, കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലില് ഡോക്ടർ അനീഷ് കുമാർ, എൻ്റെ അനിയന്റെ കൂട്ടുകാരൻ, മീനങ്ങാടിക്കാരനാണ്, ഗാസ്ട്രോയുടെ ഹെഡാണ് അവിടുത്തെ അനീഷ് കുമാർ, അങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം മിംസ് ഹോസ്പിറ്റലിൽ തന്നെയാണ് അഡ്മിറ്റ് ചെയ്യും, കൊണ്ടുവരും, പിന്നെയും കൊണ്ടുപോകും, പിന്നെയും കൊണ്ടുവരും. അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത് അതിന്റെ ഒരു 6 മാസത്തിന് മുമ്പ് എൻ്റെ മൂത്ത മകൾ പാർവതിയുടെ വിവാഹം തീരുമാനിച്ചിരിക്കുന്ന സമയമാണ്. പയ്യൻ അമേരിക്കയിൽ ജോലി ചെയ്യുമായിരുന്നു. 6-7 മാസം മുമ്പ് തന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് അവര് വിസ പ്രോസസ്സിങ്ങിനുള്ള എല്ലാ പേപ്പറുമായിട്ടാണ് പുള്ളി പോയത്. അതനുസരിച്ച് സെപ്റ്റംബർ 20-ാം തീയതി കല്യാണം തീരുമാനിച്ചിരിക്കുകയാണ്. എൻ്റെ ഉണ്ണിയേട്ടൻ, അതായത് ഈ പറഞ്ഞ ബ്രദർ അഡ്മിറ്റ് ആവുന്നത് അതിന്റെ തലേമാസം, അതായത് വിവാഹത്തിന് ഒരു 22 ദിവസത്തിന് മുമ്പാണ്. മിംസ് ഹോസ്പിറ്റൽ ഇന്റേണൽ ബ്ലീഡിംഗ് ആയിരുന്നു. അപ്പൊ കൊണ്ടുപോയി സോഡിയം കുറയുന്നു, വല്ലാത്തൊരു സ്ഥിതിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാണ് മിംസ് ഹോസ്പിറ്റലില്. അപ്പം കല്യാണം അടുത്തു വരുന്നു. കല്യാണത്തിൻ്റെതായ ഒരു സന്തോഷമോ ഒന്നും എനിക്കില്ല, ആർക്കും ഇല്ല. കാര്യം ഏട്ടൻ ഇങ്ങനെ കിടക്കണു, ഇപ്പൊ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് 2 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ മിംസ് ഹോസ്പിറ്റലിൽ പോകും, ഡോക്ടർ അനീഷിനെ കാണും. അപ്പം ഞാൻ പറയുന്നുണ്ട്, അനീഷെ മോളുടെ കല്യാണം അടുത്ത് വരുന്നു, ഉണ്ണേട്ടൻ എങ്ങനെയാ, കുറച്ചൊന്ന് ബെറ്റർ ആവൂ, എന്താ സ്ഥിതി, ഈ കണ്ടീഷനിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല. അതുപോലത്തെ സ്ഥിതിയാണ്. ഈ സിറോസിസ് എന്നുള്ളത് അത് ക്യാൻസർ ആയിട്ട് മാറിയിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ള സ്ഥിതിയാണ്. അപ്പൊ അനീഷ് എന്നോട് പറഞ്ഞു, ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിക്കുക, ചേച്ചി പ്രാർത്ഥിക്കുക നന്നായിട്ട്, നമുക്ക് നോക്കാം, എത്ര ദിവസം കൊണ്ട് ഇനി കല്യാണം. ഞാൻ പറഞ്ഞു 21 ദിവസം കൊണ്ട് ഇനി കല്യാണത്തിന് പറഞ്ഞു. ചേച്ചി പ്രാർത്ഥിക്കുക, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ICU കയറി ചേട്ടനെ കണ്ടു. അപ്പം വല്ലാത്തൊരു സ്ഥിതി, ഒരു മൂളൽ മാത്രം, വിളിക്കുമ്പോൾ ഒരു മൂളൽ മാത്രം ഉണ്ട്. ഇങ്ങനെ ഒരു വല്ലാത്ത രക്ഷപ്പെടുന്ന രീതിയിൽ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായി ഇതിൽ നിന്നൊരു തിരിച്ചുവരവുണ്ടാവില്ല എന്നുള്ളതിൽ ഞാൻ തിരിച്ചു വന്നു വീട്ടില്. മോളോട് പറഞ്ഞു, മോള് പറഞ്ഞു എനിക്ക് ഉണ്ണിമാമനെ ഇല്ലാണ്ട് എന്റെ കല്യാണം നടത്തില്ല മേമ്പണ്ട്. അവളും കരച്ചില്ല. എല്ലാവർക്കും ആകെ ഒരു വല്ലാത്ത ഒരു ഇതിലുള്ള ഒരു സ്ഥിതിയാണ് വീട്ടിലുണ്ടായിരുന്നത്. അപ്പം വന്ന് ഞാൻ പൂജാമുറിയിൽ സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കാൻ പോകുമ്പോൾ ഭഗവാന്റെ ഫോട്ടോയിലേക്ക് നോക്കി കുറച്ചേരം ഇങ്ങനെ നോക്കി നിന്നു. അതിനുശേഷം ഞാൻ പൊട്ടി കരയാണ് ഭഗവാന്റെ പാദത്തിൽ തൊട്ടുകൊണ്ട്. എന്താണ് എനിക്ക് അങ്ങനെ കരയാൻ തോന്നിയെന്നുള്ളത്, ഞാൻ കരഞ്ഞത് എന്തിനാന്ന് എനിക്ക് അന്ന് മനസ്സിലായില്ല. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, ആ കരച്ചിലാണ് എന്നെ ഭഗവാനിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. ഭഗവാൻ എന്റെ ആ കരച്ചിൽ കേട്ടു. ഭഗവാനെ ഞാൻ പ്രാർത്ഥിച്ചത് ഒന്ന് മാത്രമാണ്, എന്റെ സ്വാമി സത്യം ഞാൻ പറയുന്നു, ഭഗവാനോട് ഞാൻ ഒന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. ഭഗവാനെ, എന്റെ മോളുടെ വിവാഹം, പലരും പറഞ്ഞു നമുക്ക് വിവാഹം മാറ്റിവെക്കണം, ഇത്രയും ഇതിൽ അമ്മാവനല്ലേ, അങ്ങനെ നടത്താൻ പാടില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു മാറ്റി വെക്കേണ്ടി വരുവോ. ആ സ്ഥിതിയിലാണ് ഞാൻ പോയി കണ്ടതും അത് തീർച്ചയായും വേണ്ടി വരും എന്നുള്ള തീരുമാനത്തിൽ ഞാൻ തിരിച്ചെത്തിയതും. അപ്പം ഭഗവാനോട് ഞാൻ 2 കൈയും നോക്കി, ദേഷ്യത്തിലാണോ സങ്കടത്തിലാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചു, ഭഗവാനെ എന്റെ മോളുടെ കല്യാണം മാറ്റിവെക്കുകയാണെങ്കിൽ അതിന്റെ നാണക്കേട് ആർക്കാണ്? എന്റെ ഭഗവാന് തന്നെയല്ലേ. എല്ലാവരും എന്റെ കൂടപ്പിറപ്പുങ്ങൾക്ക് പോലും, എന്റെ കൂടെയുള്ളവർക്ക് പോലും ഞാൻ സ്വാമിയിൽ പോകുന്നതിൽ അവർക്ക് വിഷമം ഉണ്ടായിട്ടില്ല, പക്ഷെ അവർക്കൊരു പുച്ഛം പോലെയാണ്, അവള് സ്വാമിയുടെ പുറകെ നടക്കുന്നു എന്നുള്ളത്. നാട്ടുകാർക്കും എല്ലാവരും എന്നെ കളിയാക്കില്ലേ. ഭഗവാനല്ലേ എന്റെ നാണക്കേട്. എന്റെ നാണക്കേട് ഞാൻ സഹിക്കും, പക്ഷെ ഭഗവാൻ, എല്ലാവരും പറയൂ അവള് സ്വാമിയുടെ വലിയ ആളായിട്ട് കണ്ടില്ലേ, അത് എനിക്ക് സഹിക്കാൻ വയ്യ ഭഗവാനെ. ഞാൻ ഭഗവാന്റെ ഫോട്ടോയിൽ ഇങ്ങനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അതെനിക്ക് വരുത്തരുത് ഭഗവാനെ, എനിക്ക് എന്റെ ഉണ്ണിയേട്ടനെ, എന്റെ മോളുടെ കല്യാണം വരെയെങ്കിലും തിരിച്ചു തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ്
നടക്കുന്ന എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല. പക്ഷെ ഭഗവാനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്തു തരണം. 3 ദിവസം കഴിഞ്ഞു. എൻ്റെ അനിയനെ ഡോക്ടർ അനീഷ് വിളിക്കാണ്, ഗോപ മുന്നേറ്റം നല്ല ബെറ്റർ ആയിട്ടുണ്ട്, പിന്നെ സോഡിയത്തിന്റെ ഇതൊക്കെ നല്ല ഇതിലായിട്ട് വന്നിട്ടുണ്ട്, പിന്നെ ഫീഡിങ് ഒക്കെ വായിക്കൂടെ തന്നെ കൊടുക്കാൻ ഞങ്ങൾ നോക്കുകയാണ്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്നോട് ഓടി വന്ന് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അനീഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി എന്റെ വിളി ഭഗവാൻ കേട്ടു, സ്വാമി കേട്ടു എന്ന് വെച്ചാൽ ഞാൻ അത്രമാത്രം ദുഃഖിച്ച് വിഷമിച്ച് എൻ്റെ കുഞ്ഞിന്റെ, എനിക്ക് വേറെ ഒന്നും ഞാൻ ആവശ്യപ്പെട്ടില്ല, എൻ്റെ കുഞ്ഞിന്റെ കല്യാണം മാറ്റിവെക്കുന്നുള്ള ആ ഒരു സ്ഥിതിയിൽ എന്നെ ഭഗവാൻ എത്തിക്കരുത് എന്നുള്ളത് ആവശ്യപ്പെട്ടു. അങ്ങനെ 3 ദിവസം ICU കഴിഞ്ഞതിന് ശേഷം ഏട്ടനെ റൂമിൽ കൊണ്ടുവന്നു. പിന്നെ പെട്ടെന്നായിരുന്നു ഡെവലപ്മെന്റ്സ്. ബെറ്ററായി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, പിടിച്ചിരുത്താൻ തുടങ്ങി എല്ലാം. അപ്പം അതിനു മുമ്പ് ഞാൻ അനീഷ് ഡോക്ടറെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമോ, ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, കൊണ്ടുപോയിക്കോ ചേച്ചി, ഇപ്പം പക്ഷെ നന്നായിട്ട് കെയർ ചെയ്യണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഏട്ടനെ. വിവാഹത്തിന് കോഴിക്കോട് വെച്ചിട്ടായിരുന്നു കല്യാണം. കോഴിക്കോട് കൊണ്ടുപോയി സ്റ്റേജിലിരുന്നു, എൻ്റെ മോനെയും അനുഗ്രഹിച്ചു ഏട്ടൻ. അപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് ഭഗവാൻ, ആ പ്രാർത്ഥനയിലൂടെ ഭഗവാൻ എൻ്റെ ഏട്ടന് പുതുജീവൻ നൽകി എന്നാണ് പറയാ. വിവാഹം നടന്നു മംഗളമായിട്ട്. അതിനുശേഷം 1 വർഷം കൂടെ എൻ്റെ ഉണ്ണിയേട്ടന് ഭഗവാൻ ആയുസ് കൊടുത്തു. 1 വർഷം കൂടി ഏട്ടൻ ജീവിച്ചിരുന്നു. അതിനുശേഷം ഞങ്ങളെ വിട്ടുപോയി. അതാണ് എൻ്റെ 2ാമത്തെ അനുഭവം. 3ാമത്തെ അനുഭവം എന്ന് പറയുന്നത്, എനിക്ക് ഇത്രയൊക്കെ ആയി കഴിഞ്ഞിട്ടും എനിക്ക് തൊണ്ടയ്ക്ക് ഒരു ഇൻഫെക്ഷൻ പോലെ ഉണ്ടായിരുന്നു. അത് ഇറക്കുമ്പോഴൊക്കെ ഭയങ്കര ബ്ലോക്ക്. അത് കുറച്ച് നേരത്തെ തൊട്ട് ഉണ്ടായി തുടങ്ങിയതാണ്. പക്ഷെ ഒരിടെയായപ്പോൾ അതങ്ങ് വല്ലാണ്ട് കൂടുതലായി, ഉമിനീരിറക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി. ടോൺസിലൈറ്റിസിന്റെ അസുഖം കൊണ്ട് അതായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അതിനെ ഡോക്ടറെയൊക്കെ കാണിച്ചിട്ട് കുറയുന്നില്ല. അവസാനം ENT ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഈ വോക്കൽ കോഡിന് കുറച്ച് ഇൻഫെക്ഷൻ ഉണ്ട്, അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് സൗണ്ട് റെസ്റ്റ് വേണം, അതായത് സംസാരിക്കാൻ പാടില്ല. അപ്പൊ ആ ഇടയ്ക്കൊക്കെ ഞാൻ ഈ ഏട്ടന്റെ പ്രശ്നങ്ങളും ഒക്കെ കാരണം സമിതിയായിട്ട് സഹകരിക്കുന്ന കുറച്ച് കുറവായിരുന്നു. വീട്ടിലിരുന്ന് നാമജപിക്ക് സന്ധ്യക്ക് ഒക്കെ എന്നല്ലാണ്ട് ഞാൻ സമിതിയിൽ പോക്ക് കുറവായിരുന്നു. ഈ മോളുടെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് സമിതിയിൽ തുടർച്ചയായിട്ടുള്ള പോകാനുള്ള, ഞാൻ കുറച്ചിങ്ങനെ വിട്ടു വരുന്ന പോലെ ഉള്ള ഒരു ഇത്. അപ്പോൾ ഭഗവാൻ അവിടെ എനിക്കിട്ട് അടി തന്നു എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ഈ തൊണ്ടയുടെ പ്രശ്നം ഉണ്ടായത്. അപ്പം ഡോക്ടർമാർ എനിക്ക് 3-4 ആഴ്ചത്തെ ആന്റിബയോട്ടിക്സ് ഒക്കെ തന്നു, സൂക്ഷിക്കണം, ഇത് നമുക്ക് ഇത് കഴിഞ്ഞ് കുറവില്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ടെസ്റ്റുകളൊക്കെ ചെയ്യണം. അപ്പൊ ആ ടെസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴേ പേടിയായി. അത് കഴിഞ്ഞ് പിന്നെയും കുറവില്ല. കോഴിക്കോട് ഡോക്ടറെ, റിട്ടയർഡ് പ്രൊഫസർ ഉണ്ട് ഡോക്ടർ, അയാളെ പോയി കണ്ടു. അപ്പൊ അങ്ങേരും പറയുന്നതാണ്, വോക്കൽ കോഡിന് നല്ല ഇൻഫെക്ഷൻ ഉണ്ട്, സൗണ്ട് റെസ്റ്റ് വേണം, സംസാരിക്കരുത്, ഒച്ച എടുക്കരുത്, ഇങ്ങനെയുള്ളതൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ എല്ലാം കൂടെ കേട്ട് പേടിയായി. ഇപ്പം അങ്ങനെ വന്ന് ഒരു 2-3 ദിവസം മരുന്നൊക്കെ കഴിച്ചു. രാത്രിയിൽ കിടക്കുമ്പം എനിക്കിങ്ങനെ ആരോ വന്ന് പറയണ പോലെ തോന്നുക, നിനക്ക് ഭജനയ്ക്ക് വന്നൂടെ, നീ സ്വാമിയുടെ അടുത്ത് നിനക്ക് സമിതിയിൽ വന്ന് ഭജന പാടിക്കൂടെ. ആരോ ഇങ്ങനെ, സ്വാമിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ആരാന്നറിയില്ല, എന്തോ ഒരു സൗണ്ട് ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്, നിനക്ക് സമിതി വന്നൂടെ, നിനക്ക് ഭജന പാടിക്കൂടെ. ഉറക്കത്തില്ല, അല്ലാതെ ഉറപ്പാണ്, സ്വപ്നമല്ല. അതെനിക്ക് ശരിക്കും നല്ല ഓർമ്മയിലുള്ള കാര്യമാണ്. ഞാൻ ബോധത്തിൽ തന്നെയാണ്. അത് കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ടീച്ചറെ അടുത്ത ആഴ്ച തൊട്ട് ഞാനും ഭജനയ്ക്ക് വരുന്നുണ്ട്, എന്നെയും കൂടെ കൂട്ടണം. അങ്ങനെ ഞാനും ടീച്ചറും കൂടെ സ്ഥിരമായിട്ട് ഭജനയ്ക്ക് പോകാൻ ചെല്ലി. ആദ്യത്തെ ദിവസം ഏറ്റവും ഹൈപ്പിച്ചില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നോട് ഡോക്ടേഴ്സ് സൗണ്ട് റെസ്റ്റ് എന്ന് പറഞ്ഞത് ഇതാക്കാതെ, അനുസരിക്കാതെ ഞാൻ ഭഗവാന്റെ നാമങ്ങൾ, ആ ഭജനകള് ഏറ്റവും ഹൈപ്പിച്ചിലുള്ള ഭജനകളായിരുന്നു എനിക്ക് ഞാൻ സമിതിയിൽ പാടിക്കൊണ്ടിരുന്നത്. സൗണ്ട് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ ചെറിയ ഭജനകൾ, ഇതിൽ കൂടെ തന്നെ ഭഗവാൻ എൻ്റെ തൊണ്ടയുടെ പ്രശ്നം മാറ്റി തരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഭജനകൾ പാടി ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ നല്ല വ്യത്യാസം തോന്നി. ആ വിഭൂതി കഴിക്കുമായിരുന്നു, അവിടെ നിന്ന് ഭജന കഴിഞ്ഞ് തരുന്ന വിഭൂതി അതേപോലെ തൊണ്ടയിലേക്ക് ഇട്ട് അലിച്ചിറക്കുമായിരുന്നു, തൊണ്ടയിൽ പുരട്ടുമായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് പതുക്കെ എൻ്റെ തൊണ്ടയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഭഗവാൻ മാറ്റിത്തന്നു, സ്വാമി മാറ്റിത്തന്നു. പിന്നെ കോഴിക്കോട് ഒരു ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എന്നാ പിന്നെ വരാതെ, 1 മാസമൊക്കെ കഴിഞ്ഞു, എനിക്ക് കുറവ് കണ്ടപ്പോ പിന്നെ എനിക്ക് ഡോക്ടറെ അടുത്ത് പോകാൻ മടി. അപ്പൊ ചോദിച്ചു, എന്താ വരാതിരുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ സൗണ്ട് റെസ്റ്റ് എടുത്തു എന്ന് ചോദിച്ചു. ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു. ഭഗവാന്റെ മുമ്പിൽ നുണയാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് സ്വാമിയെ എനിക്ക് സ്വാമി സത്യസായി ബാബയുടെ അടുത്ത് ഞാൻ പോയി ഭജന പാടണം എന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനുള്ള ആ ഒരു ഇത് മനസ്സിൽ അങ്ങനെ വന്നില്ല പെട്ടെന്ന്. ഇന്ന് ഞാൻ വിചാരിക്കുന്നു, എനിക്ക് പറയാമായിരുന്നു, എനിക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ, ധൈര്യത്തിൽ പറയാമായിരുന്നു, എന്റെ സ്വാമിയാണ് എന്നെ രക്ഷിച്ചത്. ഇന്ന് ഞാൻ എല്ലാവരോടും പറയുന്നു, ഇപ്പൊ ഇവിടെ പറയുന്ന പോലെ തന്നെ ഞാൻ എല്ലാവരോടും പറയാണ്,
അങ്ങനെ അതോടുകൂടെ എനിക്ക് മരുന്നുകൾ പിന്നെ കഴിക്കേണ്ടി വന്നില്ല. എൻ്റെ തൊണ്ടയുടെ എല്ലാം ബ്ലോക്ക് ആയിരുന്നതും എന്തെല്ലാം മാറ്റി. ഇന്നും അതിനുശേഷം ഞാൻ സമിതിയിൽ സ്ഥിരമായിട്ട് ഭജനയ്ക്ക് പോകും. പുട്ടപർത്തി സർവീസിനൊക്കെ പോകുമായിരുന്നു. ഇപ്പൊ കുറച്ച് നാൾ കൊണ്ടാണ് സർവീസിന് പോകാനുള്ള സൗകര്യങ്ങൾ കൊണ്ട് മാറ്റിവെച്ചത്. അതിനുശേഷം സ്ഥിരമായിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് എൻ്റെ ഭഗവാൻ എന്നെ കയ്യിലൊരു എന്താ പറയുന്നേ, നെല്ലിക്ക പിടിക്കുന്നെന്ന് പറഞ്ഞ പോലെ ഭഗവാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്നും ഈ നിമിഷം വരെ, ഇന്ന് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഭഗവാൻ തരുന്ന അനുഗ്രഹങ്ങളും ആ സ്നേഹവും ആ പ്രേമവും എല്ലാം നമ്മുടെ സ്വാമിക്കല്ലാതെ ആർക്കാണ് നമുക്ക് തരാൻ കഴിയുക? ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ആ നെല്ലിക്ക പോലെ നമുക്ക് എല്ലാവർക്കും ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ആ കരുണയിലും ആ പ്രേമത്തിലും ആ ഭക്തനോടുള്ള ആ ഭക്തൻ വിളിക്കുമ്പോൾ, മനസ്സുരുകി വിളിക്കുമ്പോൾ ഉള്ള ഭഗവാന്റെ ആ കാരുണ്യം, ആ സ്നേഹം, പ്രേമസ്വരൂപനായ ഭഗവാൻ അല്ലാണ്ട്, ഭഗവാൻ സത്യസായി ബാബയ്ക്കല്ലാണ്ട് ആർക്കും തരാൻ പറ്റില്ല എന്നുള്ളത് ആ ഒരു വിശ്വാസം മാത്രമാണ് ഈ നിമിഷം വരെ എന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. പല തടസ്സങ്ങളും പലതിനും വന്നിട്ടുണ്ട്. സമിതിയിലെ കാര്യങ്ങളിലെല്ലാം സ്ഥിരമായിട്ട് പോകാറില്ല. എന്നാലും ഭഗവാൻ ഇന്നും നമ്മുടെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ ആ കാരുണ്യം, ആ ദയ, ആ പ്രേമം എല്ലാവർക്കും ജീവിതകാലം മുഴുവൻ ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയട്ടെ എന്ന് എല്ലാവരോടും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഇത് എന്നെ ഇതുവരെ കേട്ട എല്ലാ സഹോദരന്മാരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. സായിരാം. Sairam Meena, thank you so much for sharing. Thank you, Sairam. Video off ചെയ്തോളൂ. Video off. ప్రేమ స్వరూపులారా, embodiments of love, ఏ క్షణమైనా కూడాను, any moment, ఎక్కడైనా కూడాను, anywhere, ఏ సాధన చేసినప్పటికీ any spiritual practice, నా యొక్క హృదయము, my heart క్షీర సాగరము, is the ocean of బాల milk. కేంద్రము. It is the center of బాల కేంద్రం అనగా ఏమిటి? సాత్వికమనగా తెల్లగా ఉంటుంది పాలు. the dairy. The milk is ఈ white. తెల్లగా ఉండేటువంటి దానికి సాత్వికానికి గుర్తు. This white color stands for purity. It's sattvic నా quality. హృదయము భగవంతుని యొక్క మందిరము. My heart is the temple of God. నా హృదయము క్షీరసాగరము. It is the one ocean of milk. అందులోనే ఉంటున్నాడు విష్ణుమూర్తి. Lord Vishnu is there. కనుక విష్ణు అనగా సర్వవ్యాపకుడు. Vishnu is all ఈ pervasive. సత్యాన్ని మీరు నిజంగా విశ్వసించి నిత్య జీవితంలో దాన్ని సరైనటువంటి ఆచరణలో పెడితే ఇంతకంటే మరొక సాధన లేదు, ఇంతకంటే తపస్సు లేదు, ఇంతకంటే గొప్పతనం లేదు. If we have full faith in such an idea, there cannot be greater penance, there cannot be better spiritual practice than this. മീന ഒരു ഭജന പാടിക്കോളൂ. സായിരാം. സായിരാം. नयनों में प्रेम धार, वजनों में अमृत धार, नयनों में प्रेम धार, वजनों में अमृत धार, सद्गुरु साई मेरा जीवन का धार, सद्गुरु साई मेरा जीवन का धार, जीवन का धार मेरा जीवन का धार, जीवन का धार मेरा जीवन का धार, सद्गुरु साई मेरा जीवन का धार, सद्गुरु साई मेरे जीवन का धार, सद्गुरु साई मेरे जीवन का धार, सद्गुरु साई मेरा जीवन का धार, नैनों में प्रेम धार, वचनों में अमृत धार, सद्गुरु साई मेरा जीवन का धार, जीवन का धार मेरे जीवन का धार, सद्गुरु साई मेरा जीवन का धार, सद्गुरु साई मेरा जीवन का धार, सद्गुरु साई मेरा जीवन का धार, नयनों में प्रेम धार, वचनों में अमृत धार, सद्गुरु साई मेरा जीवन का धार. സായിരാം. സായിരാം. സായി ഉപമ. എവിടെ എൻ്റെ ഭക്തന്മാർ എന്നെക്കുറിച്ച് പാടുന്നുവോ അവിടെ ഞാൻ സ്വയം സന്നിഹിതനാകുന്നു. ഈശ്വരൻ എല്ലായ്പ്പോഴും നിങ്ങൾ പാടിയാലും ഇല്ലെങ്കിലും
എല്ലായിടത്തും സന്നിഹിതനാണ്. പക്ഷെ നിങ്ങൾ പാടുമ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ശബ്ദ തരംഗത്തെ നിങ്ങൾ ശരിയായ രീതിയിൽ റേഡിയോ റിസീവറിൽ കൂടി പിടിച്ചെടുക്കുന്നത് പോലെയാണ്. അഥവാ വിദ്യുശക്തി എല്ലായിടത്തും ഉണ്ട്, പക്ഷെ നിങ്ങൾ അത് ബൾബിലേക്ക് സ്വീകരിക്കുവാൻ വേണ്ട വ്യവസ്ഥകൾ ചെയ്യുമ്പോഴാണ് അത് വെളിച്ചം പകരുന്നത്. അതുപോലെ എൻ്റെ നാമം എവിടെ പാടുന്നുവോ അവിടെ ഞാൻ പ്രത്യക്ഷനാകുന്നു. ജയ സായിരാം. മാഷെ ശാന്തി മന്ത്രം പറഞ്ഞോളൂ. ലക്ഷ്മി മാഷെ. സായിരാം. ലക്ഷ്മി മാഷില്ലേ? സായിരാം ഉണ്ട്. ശാന്തി മന്ത്രം പറഞ്ഞോളൂ മാഷെ. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി शांति। जय बोलो भगवान श्री सत्य साई बाबा जी की जय।